ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകം നോക്കാം. പഞ്ചോഗ്രപാപാശ്ചലച്ഛത്മകാരിണ ക്രൂരാ പിശാച ഇവ നിർദയാശ്ച യേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ. നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് സപ്താഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ പട്ടികയാണ് ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പറയാണ് പഞ്ചോഗ്രപാപാശ്ചലച്ഛത്മകാരിണ. പഞ്ച ഉഗ്രപാപ, 5 തരത്തിലുള്ള പാപങ്ങളെ ഉഗ്രപാപങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിലൊന്ന് പശുഹത്യയാണ്, 2 ബ്രഹ്മഹത്യ, 3 മദ്യപാനം, 4 മാതൃപിതൃഹത്യ, 5 സ്വർണചോരണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഉഗ്രപാപങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഇതിൽ പശുഹത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മറ്റു പ്രാണികളെ ഹത്യ എന്ന് പറയുമ്പോൾ ഇവിടെ വധിക്കുക എന്ന് മാത്രമല്ല, വേദനിപ്പിക്കുന്നത് പോലും ഹത്യയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മറ്റു പ്രാണികളെ, പശുക്കളെ എന്ന് പറയുമ്പോൾ പശു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറ്റു പ്രാണികളെ കൊല്ലുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത്, ബ്രഹ്മഹത്യ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നത്, അതേപോലെ മാതൃപിതൃഹത്യ, അത് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിലൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അല്ലേ, പിതൃമാതൃദൂഷക എന്ന് പറഞ്ഞിരുന്നു. മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കുന്നവർ. ഇവിടെ ഹത്യ, ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിൽ ഹത്യ തന്നെ നടത്തുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മാതാവിനെയും പിതാവിനെയും ഒക്കെ കൊന്നുകളയാൻ പോലും മടിക്കാത്ത സന്തതികളുള്ള ഈ കലിയുഗത്തിൽ അവരെ വേദനിപ്പിക്കുന്നത് പോലും മഹാപാപമായിട്ടാണ് നമ്മുടെയൊക്കെ ധർമ്മഗ്രന്ഥങ്ങൾ വിവക്ഷിക്കുന്നത് എന്നറിയുക. ഇതൊക്കെ അറിയാൻ വയ്യാതെ, വേണ്ട സമയത്ത് പഠിക്കാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാവാം ഒരു പക്ഷേ ഇന്നത്തെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നത്. അപ്പോൾ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്നത് പോലും ഹത്യയാണ് എന്നിരിക്കെ, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും കഴിയുന്നതും നമ്മളിൽ നിന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ, ചിലപ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ്, അപ്പോൾ മക്കളിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ഉണ്ടായാൽ തന്നെ അവരോട് നേരിട്ട് ഒരു ക്ഷമാപണം നടത്തുക, ഒരു സോറി പറയുക. അതിലലിഞ്ഞു തീരാവുന്നതേയുള്ളൂ ഏതൊരച്ഛൻ്റെ അമ്മയുടെയും ഉള്ളിലുണ്ടാകുന്ന വേദന. പക്ഷെ അത് പറയാതിരുന്നാൽ ആ വേദന കൊണ്ട് അവരുടെ ഉള്ളിലുണ്ടാകുന്ന മുറിവിൻ്റെ ആഴം നമുക്കൊക്കെ അതറിയാൻ കഴിയണമെങ്കിൽ നാളെ ഒരു കാലം നമ്മളും അതേ സ്ഥാനത്ത് അച്ഛനും അമ്മയും ഒക്കെയായിട്ട് എത്തി നിൽക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ആഴം നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സജ്ജനങ്ങളെ, കാലം നമ്മളെ കാത്തു നിൽക്കുകയില്ല. വേദനിപ്പിക്കുന്ന ഒരു വാക്കായാലും നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരോടും, അച്ഛനമ്മമാരോടായിക്കോട്ടെ മറ്റുള്ളവരോടായിക്കോട്ടെ, നേരിട്ട് തന്നെ ഒരു ക്ഷമാപണം, ഒരു സോറി പറയുക. മനസ്സുകൊണ്ടെങ്കിലും ആകാം. എന്നിട്ട് അത് ആവർത്തിക്കാതെ ഇരിക്കുക. കാരണം നാളെ ഒരു കാലം പലരെയും മായ്ച്ചു കളയും, പലതിനെയും മായ്ച്ചു കളയും. കാലയവനികയ്ക്കുള്ളിൽ പോയി മറയുന്നതിനെ ഓർത്ത്, പോയി മറഞ്ഞവയെ ഓർത്ത്, പോയി മറഞ്ഞവരെ ഓർത്ത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഖേദിക്കുന്നതിലും എത്രയോ നല്ലതാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ, അവരൊക്കെ നമ്മളോടൊപ്പം ഉള്ള കാലത്ത് തന്നെ അതിനെ ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു ക്ഷമാപണം കൊണ്ട്, സ്നേഹസാന്ത്വനങ്ങൾ കൊണ്ട് നമ്മുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി അവർക്ക് സ്നേഹമാധുര്യം നൽകിക്കൊണ്ട്, നമ്മളിനിയും കാലയവനികയ്ക്കുള്ളിൽ ആദ്യം പോയി മറഞ്ഞാലും, പോയി മറയുന്നത് അവരായിരുന്നാലും, ശാന്തിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ
യാത്രയാകാം സജ്ജനങ്ങളെ. കാലം കാത്തു നിൽക്കില്ല ആരെയും. നാളെ പറയാം എന്ന് കരുതിയാൽ ചിലപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മൾ തന്നെ പെട്ടുപോയി എന്നിരിക്കാം. തിരിഞ്ഞു നിന്നൊന്ന് യാത്ര പറയാനോ ഒന്ന് ക്ഷമാപണം നടത്തുവാനോ പോലും കാലം കാത്തു നിൽക്കില്ല. കാലം അവസരം തരില്ല. ഇന്നത്തേക്ക് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. കഴിയുന്നതും ആരെയും വേദനിപ്പിക്കാതെ ഇരിക്കുക. അടുത്തതാണ് മദ്യപാനം. അതും ഓർക്കുക. ഗൃഹത്തിലെ ഒരാളിൻ്റെ മദ്യപാനം മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മദ്യപാനം ചെയ്യുന്ന ആൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മദ്യപാനികളോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന മറ്റുള്ളവർ അത് പുറമെ കാണിക്കുന്നുമുണ്ടാവില്ല. മദ്യപാനവും മറ്റുള്ളവരെ ദ്രോഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതും ഒഴിവാക്കുക. പിന്നെയോ സ്വർണ്ണചോരണം. ഇവിടെ സ്വർണം എന്നുള്ളത് കൊണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥങ്ങളെയും നമുക്ക് കണക്കാക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ അർത്ഥത്തെ, ധനത്തെ അപഹരിക്കാതെ ഇരിക്കുക. നമുക്കെന്ത് ഈശ്വരൻ തന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സുഖമായി സന്തോഷമായി കഴിയാൻ പരിശ്രമിക്കുക. മറ്റൊരാളിൻ്റെയും കയ്യിൽ നിന്നും നമ്മൾ അർത്ഥത്തെ, ധനത്തെ അവരറിഞ്ഞോ അറിയാതെയോ കവർന്നെടുക്കാതെ ഇരിക്കുക. നമ്മൾ മറ്റൊരാളിൻ്റെ ധനത്തിൽ കണ്ണുവയ്ക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടോ മറ്റോ അവർ തന്നുവെന്നിരിക്കാം. ഓർക്കുക, അത് നമ്മുടേതല്ല ആ ധനം, അത് പരധനം തന്നെയാണ്. ആ പരധനം വാങ്ങാതെ ഇരിക്കുക. അത് മറ്റൊരു തരത്തിലുള്ള ചോരണം തന്നെയാണ്. അത് വാങ്ങിച്ചനുഭവിക്കരുത്. കാരണം കാലം അതിനും നമ്മളെ കൊണ്ട് കണക്കുകൾ പറയിപ്പിക്കും. വേണ്ട, പാപങ്ങളുടെ പട്ടികയിൽ അങ്ങനെ ഒന്നുകൂടി ചേർക്കാതെ ഇരിക്കുക. അപ്പോൾ ഈ ഉഗ്രപാപങ്ങളായിട്ടുള്ള 5 കർമ്മങ്ങൾ, പശുഹത്യ, ബ്രഹ്മഹത്യ, മാതൃപിതൃഹത്യ, മദ്യപാനം, സ്വർണ്ണചോരണം, പിന്നെയോ പഞ്ചോഗ്രപാപാശ്ചലഛത്മകാരിണ. ഛലം എന്ന് പറഞ്ഞാൽ വഞ്ചന എന്ന് പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അല്പവസ്തുവിനെയൊക്കെ നമ്മളിങ്ങനെ മഹത്തായിട്ട് കാണും. എന്നാൽ മഹത്തായിട്ടുള്ളതിനെ മഹത്തായിട്ട് അംഗീകരിക്കുക നമുക്ക് ബുദ്ധിമുട്ടുമാവും. ഇതൊരു തരത്തിലുള്ള വഞ്ചനയാണ്. അപ്പോൾ അങ്ങനെ വഞ്ചന ചെയ്യുന്നവർ, ഛദ്മകാരിണ എന്ന് പറഞ്ഞാൽ കാപട്യം കാണിക്കുന്നവർ, അവരുടെ വ്യക്തിത്വം തന്നെ കപടമായിരിക്കും. അവർക്കൊന്നിലും സത്യസന്ധമായ ഒരു വഴി ചിലപ്പോൾ അറിയില്ലായിരിക്കും. അവരുടെ എല്ലാ പ്രവർത്തികളും നിഗൂഢതകൾ നിറഞ്ഞതായിരിക്കും. കാരണം ഈ കാപട്യം വേണ്ടി വരുന്നത് മറയ്ക്കുവാൻ ഉള്ളിൽ എന്തൊക്കെയോ ഉള്ളിടത്താണ് കാപട്യം വേണ്ടി വരുന്നത്, വഞ്ചന വേണ്ടി വരുന്നത്. നമ്മുടെ മാർഗം സത്യത്തിൻ്റേതാണെങ്കിൽ, നേരായിട്ടുള്ളതാണെങ്കിൽ, നമുക്കൊന്നും മറയ്ക്കാനില്ല എങ്കിൽ നമ്മുടെ വഴിയും നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം തന്നെയും നേരായിട്ടുള്ളവയാവും. മറിച്ച് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് പലതും മറയ്ക്കാനുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ അറിയാതെ ഒരു കാപട്യം, ഒരു വഞ്ചന വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ളവർ, ഈ ഉഗ്രമായിട്ടുള്ള 5 പാപങ്ങൾ ചെയ്യുന്നവർ, കാപട്യം കൊണ്ടു നടക്കുന്നവർ, അതേപോലെ വഞ്ചന ചെയ്യുന്നവർ, പിന്നെയോ ക്രൂരാ പിശാച ഇവ നിർദ്ദയാശ്ചയേ, ക്രൂരന്മാരായിട്ടുള്ളവർ,
പിശാച എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ പോലെ നടക്കുന്നവർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ മാംസം ഭക്ഷിക്കുന്നവർ. കാരണം പിശാചുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെയൊക്കെ ദ്രോഹിക്കുന്നവർ, ഹിംസിക്കുന്നവർ എന്നുള്ള ഒരു അർത്ഥം നമുക്ക് വന്നു ചേരാറുണ്ട് ഉള്ളിൽ, അല്ലേ? ആ ഒരു സങ്കല്പം. അപ്പോൾ മറ്റു പ്രാണികളെ ദ്രോഹിച്ചുകൊണ്ട് സ്വന്തം സുഖത്തിനായി, സ്വന്തം ഇഷ്ടത്തിനായി വിനിയോഗിക്കുന്നവരെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നോക്കിയാൽ ഈ മാംസം ഭക്ഷിക്കുന്നവരുമൊക്കെ പരോക്ഷമായി ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിശാചുക്കളായിട്ടുള്ളവർ, ക്രൂരന്മാരായിട്ടുള്ളവർ, പിന്നെയോ ഇവ നിർദ്ദയാശ്ചയേ, നിർദ്ദയന്മാരായിട്ടുള്ളവർ, അല്പം പോലും കാരുണ്യമില്ലാത്തവരായിട്ടുള്ള, ആരോടും ഒരു ദയയും കാണിക്കുകയില്ല, അങ്ങനെയുള്ളവർ ബ്രഹ്മസ്വപുഷ്ട വ്യഭിചാരകാരിണ. ബ്രഹ്മസ്വപുഷ്ട, ബ്രഹ്മസ്വ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെ ധനം കൊണ്ട്, പുഷ്ട എന്ന് പറഞ്ഞാൽ പുഷ്ടി നേടിയവർ, അഭിവൃദ്ധി നേടിയവർ. ബ്രാഹ്മണ ധനത്തെയൊക്കെ അപഹരിച്ചു കൊണ്ടുവന്ന് അഭിവൃദ്ധി നേടിയവർ. ഇനിയും അപഹരിക്കുക എന്നതുകൊണ്ട് അവർക്ക് നൽകാനുള്ളത് നൽകാതെ ഇരുന്നാലും മറ്റൊരു തരത്തിലുള്ള അപഹരിക്കൽ തന്നെയാണത്. നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ടുള്ളവർ, അവർക്ക് നമ്മൾ ദാനം കൊടുക്കുന്നത് പണ്ട് മുതലേ നമ്മുടെ ധർമ്മം അനുസരിച്ച് അത് ചെയ്യേണ്ടതാണ് എന്ന് പറയാറുണ്ട്. അത് കൊടുക്കാതിരുന്നാൽ പോലും അവരുടെ ധനം നമ്മുടെ കൈവശം വയ്ക്കുകയാണ്. അപ്പോൾ അതും മറ്റൊരു തരത്തിലുള്ള അപഹരിക്കലാണ്. അപ്പോൾ അങ്ങനെ ആ പണം കൊണ്ട് അഭിവൃദ്ധി നേടിയവർ വ്യഭിചാരകാരിണ എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ച് നടക്കുന്നവർ, പരസ്ത്രീയെ പ്രാപിക്കുന്നവരായിട്ടുള്ളവർ. ഇങ്ങനെയുള്ളവരൊക്കെയും സപ്താഹയജ്ഞേന കലൗ പുനന്തിതേ. ഈ സപ്താഹയജ്ഞം കൊണ്ട് ഈ കലിയുഗത്തിൽ അവരുമൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. നോക്കൂ, ഉഗ്രപാപങ്ങളും ആയിട്ടുള്ള ആദ്യമേ 5 പറഞ്ഞു, അതിനുശേഷം മറ്റു പല കാര്യങ്ങളും പറഞ്ഞു. ക്രൂരന്മാർ, പിശാചുക്കൾ, അല്ലേ? നിർദ്ദയന്മാരായിട്ടുള്ളവർ, ആരോടും ഒരു ദയയും കാണിക്കാത്തവർ, ബ്രാഹ്മണരുടെ സ്വത്തിനെ അപഹരിച്ചുകൊണ്ട് അഭിവൃദ്ധി നേടിയവർ, പിന്നെ പരസ്ത്രീകളെ കാക്ഷിക്കുന്നവർ, ഇങ്ങനെ ഉള്ള വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നവർ പോലും സപ്താഹയജ്ഞം കൊണ്ട് ഈ കലിയുഗത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പഞ്ചോഗ്രപാപാശ്ചലഛദ്മകാരിണ ക്രൂരാഃ പിശാചാ ഇവ നിർദ്ദയാശ്ചയേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണ സപ്താഹയജ്ഞേന കലൗ പുനന്തിതേ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി പഞ്ചോഗ്രപാപാശ്ചലഛദ്മകാരിണ, അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് ക്രൂരാഹ്, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. പിന്നെ മൂന്നാമത്തെ വരിയിലേക്ക് വരുമ്പോൾ ബ്രഹ്മസ്വപുഷ്ട വ്യഭിചാരകാരിണ, അവിടെയും വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. കായേന വാചാ മനസാപി പാതകം നിത്യം പ്രകുർവന്തി ഷഠാഹഠേന യേ പരസ്വപുഷ്ടാ മലിനാദുരാശയാ സപ്താഹയജ്ഞേന കലൗ പുനന്തിതേ. കായേന വാചാ മനസാപി പാതകം. കായേന നമ്മുടെ ശരീരം കൊണ്ടും
വാച വാക്കുകൾ കൊണ്ടും, മനസ്സാപി മനസ്സുകൊണ്ടും, പാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുന്നവരായിട്ടുള്ള. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വിധത്തിൽ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പെടുന്നുണ്ട് എന്നതാണ് സത്യം. കായേന വാച മനസാപി പാതകം. നമ്മുടെ ചിന്തകളിലൂടെയാവാം, നമ്മൾ കാണുമ്പോൾ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു നെഗറ്റീവ് തോട്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിൽ അതിനെ നമ്മൾ മോശമായി കാണുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളൊക്കെ കായേന വാച മനസാഭിപാതകം പാപം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ നിത്യം പ്രകുർവന്തി ഷഠാഹഠേനയേ. നിത്യം എന്ന് പറഞ്ഞാൽ നിത്യവും, പ്രകുർവന്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരും, പിന്നെയോ ഷഠന്മാർ അഥവാ വളരെ ശാഠ്യബുദ്ധിയുള്ളവർ, പിന്നെയോ ഹഠേനയേ. ഹഠേന എന്ന് പറഞ്ഞാൽ ബലമായിട്ട്, ബലാത്കാരമായിട്ട് നമ്മൾ യഹ എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ പരസ്വപുഷ്ട മറ്റുള്ളവരുടെ ധനം കൊണ്ട് അഭിവൃദ്ധി നേടുന്നത്. അത് ഈ പറഞ്ഞ ബലം എന്നത് ബലം കൊണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് കൊണ്ട് അഭിവൃദ്ധി നേടുന്നവരെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല കയ്യൂക്ക് കൊണ്ട് നേടുക. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ ധനം അപഹരിക്കാനുള്ള മാർഗം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സ്നേഹം നടിച്ചുകൊണ്ട്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ബലമായിട്ട് മറ്റൊരാളിൻ്റെ സമ്പത്ത് തന്നിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു കാപട്യം കൊണ്ട് പൊതിഞ്ഞ ഒരു ബലാത്കാരമായ പ്രവൃത്തി തന്നെയാണത്. അപ്പോൾ ഏതു വിധത്തിലായാലും മറ്റൊരാളിൻ്റെ ധനം കൊണ്ട് സ്വന്തം അഭിവൃദ്ധി നേടുന്നവർ മലിനാതുരാശയ. മലിന എന്ന് പറഞ്ഞാൽ മാലിന്യം നിറഞ്ഞവർ, കർമ്മശുദ്ധി ഇല്ലാത്തവർ. ദുരാശയാഹ ദുഷിച്ച അന്ധക്കരണത്തോടു കൂടിയവർ. ഇവർ ഏതു തരത്തിലുള്ളവരായിരുന്നാലും സപ്താഹയജ്ഞേന കലോ പുനന്തിതേ. ഈ സപ്താഹയജ്ഞം കൊണ്ട് അവരുമൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോൾ കുറച്ചധികം തരത്തിലുള്ള പാപങ്ങളുടെ പട്ടിക ഇവിടെ വ്യാസഭഗവാൻ വായിച്ചു. അവസാനം എല്ലാം കൂടി ചുരുക്കി ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു, കായേന വാച മനസാപി പാതകം. കാരണം ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ നിത്യവും പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ പാപം ചെയ്യുന്നവർ, പിന്നെ നിത്യവും പ്രകുർവന്തി ചെയ്യുന്നു, ഷഠാഹഠേനയെ ഷഠന്മാരായിട്ടുള്ളവർ. അതേപോലെ ഹഠേനയെ പരസ്വപുഷ്ട ബലേന ബലം കൊണ്ട് ബലാത്കാരമായിട്ട് മറ്റൊരാളിൻ്റെ ധനത്തെ അപഹരിച്ചെടുത്ത് അല്ലെങ്കിൽ തന്നിലേക്ക് അതിനെ വരുത്തിക്കൊണ്ട് സ്വന്തം അഭിവൃദ്ധി നേടുന്നവർ. അങ്ങനെ മാലിന്യം നിറഞ്ഞ മനസ്സിൽ ശുദ്ധിയില്ലാത്തവരായിട്ടുള്ളത്, അന്ധക്കരണ ശുദ്ധി ഇല്ലാത്തവരായിട്ടുള്ളവർ. പിന്നെയോ ദുരാശയ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, അതിൽ ദുഷിപ്പ് വന്നവർ അഥവാ അന്ധക്കരണത്തിൽ സംശുദ്ധിയില്ലാത്തവരായിട്ടുള്ളവർ, ചിന്തകളിൽ പ്രവൃത്തികളിൽ ഒന്നും ശുദ്ധിയില്ലാത്തവരായിട്ടുള്ളവർ. അങ്ങനെയുള്ളവരും ഈ സപ്താഹ ശ്രവണം കൊണ്ട് തന്നെ കലിയുഗത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കായേന വാച മനസാപി പാതകം നിത്യം പ്രകുർവന്തി ഷഠാഹഠേനയേ
പരസ്വപുഷ്ട മലിനാദുരാശയാ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ. ശ്ലോകം വായിക്കാൻ കുറച്ച് എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. പിന്നെ പരസ്വപുഷ്ട മലിന ദുരാശയാ, അവിടെയാണ് ദീർഘവും വിസർഗവും കൂടി വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 15-ാമത്തെ ശ്ലോകമാണ്. അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. അത്ര തേ കീർത്തയിഷ്യാമ. അത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ, ഈ കാര്യത്തിൽ, അതായത് സപ്താഹയജ്ഞം കൊണ്ട് എത്രയോ ആളുകൾ ഇതെല്ലാം പാപങ്ങൾ ചെയ്തിരുന്നവരാണെങ്കിൽ പോലും ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ പറഞ്ഞ ഈ വിഷയത്തിൽ തേ അങ്ങേക്കായിക്കൊണ്ട് കീർത്തയിഷ്യാമ, ഞാൻ അങ്ങേക്കായിക്കൊണ്ട് പറഞ്ഞു തരാം. എന്ത്? ഇതിഹാസം പുരാതനം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്, നടന്ന സംഭവമാണ് എന്നർത്ഥം. പുരാതനം എന്ന് പറഞ്ഞാൽ പഴയ ഒരു ചരിത്രം, ഒരു കഥ ഞാൻ അങ്ങേക്കിപ്പോൾ പറഞ്ഞു തരാം. യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. യസ്യ യാതൊന്നിൻ്റെയാണോ? ശ്രവണമാത്രേണ, ശ്രവണം ഒന്നുകൊണ്ട് തന്നെ പാപഹാനി, പാപങ്ങളെല്ലാം ഇല്ലാതെയായി തീർന്നത്, പ്രജായതേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാപങ്ങളെല്ലാം നശിച്ച് ശുദ്ധരായിത്തീരുന്നത്. അങ്ങനെ ഒരു കഥ, അതായത് ഈ ഭാഗവത സപ്താഹ ശ്രവണം കൊണ്ട് തന്നെ പാപങ്ങളെല്ലാം നശിച്ച് ശുദ്ധനായിത്തീർന്ന ഒരു ചരിത്രം, ഒരു സംഭവം, ഇത് നടന്നതാണ് എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസം. അതായത് വെറും ഒരു കഥ പറയുകയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. അങ്ങനെ ഒരു കഥ, ഒരു ചരിത്രം ഞാൻ അങ്ങേക്കിപ്പോൾ പറഞ്ഞു തരാം. അതായത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ ഏതേതെല്ലാം തരത്തിലുള്ള പാപങ്ങൾ ചെയ്തവർക്കാണ് ഈ ഒരു സപ്താഹ ശ്രവണം കൊണ്ട് പാപഹീനന്മാരായി മാറുന്നത്, അല്ലെങ്കിൽ പാപങ്ങളെല്ലാം നശിച്ചു പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷം, അതായത് ഞാൻ വെറുതെ പറയുകയല്ല, അതിനെ സമർത്ഥിക്കാനായിട്ടൊരു ഉദാഹരണം, നടന്ന ഒരു സംഭവവും കൂടി ഞാൻ അങ്ങേക്കിപ്പോൾ പറഞ്ഞു തരാം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത്ര തേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതും എളുപ്പമുള്ള വാക്കുകളാണ്. പാപഹാനി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ അത് നിർത്തുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.